RSPയുടെ മുന്നണി മാറ്റത്തോടെ 55 അംഗങ്ങളുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDFന്റെയും LDFന്റെയും അംഗബലം 27 വീതമായി. LDF ഭരിക്കുന്ന കോർപ്പറേഷനിൽ RSPയിലെ K. ഗോപിനാഥനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഭരണപക്ഷം തന്നെയാണ് ഗോപിനാഥിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. ഇതോടെ ഏക PDP അംഗം കമാലുദ്ദീന്റെ നിലപാട് നിർണായകമായി. അടുത്തിടെ UDF അംഗങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന കമാലുദ്ദീൻ LDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. ഇതോടെ RSPക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനം നഷ്ടമായി. PDP അംഗം LDFനെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പായതോടെ UDF വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ച UDFന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായതെന്ന് മേയർ പ്രസന്ന എണസ്റ്റ് പ്രതികരിച്ചു. കൊല്ലം ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചത്. അത് സുരക്ഷിതമായിട്ട് ഞങ്ങളത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് വീണ്ടും ഈ അവിശ്വാസം ഞങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ PDP അംഗത്തെ ഭരണപക്ഷം വിലക്കെടുക്കുകയായിരുന്നുവെന്ന് UDF ആരോപിച്ചു. RSP മുന്നണി മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ മേയർക്കെതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ നാളെയാണ് വോട്ടെടുപ്പ്. എന്നാൽ ഇന്നത്തെ വോട്ടെടുപ്പോടെ LDF ഭരണം നിലനിർത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി. കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് താൽപര്യമില്ലെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. മീഡിയ 1 കൊല്ലം.